ഹായ് ഹലോ, പത്തരമാറ്റിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവയാനി അനാമികയുടെ കള്ളത്തരങ്ങളൊക്കെ തെളിവ് സഹിതം കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അനാമികയോട് അവളുടെ സ്വർണത്തിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനാമിക അതൊക്കെ ലോക്കറിൽ വെച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, എങ്കിൽ നീ ആ സ്വർണമൊക്കെ എടുത്തിട്ട് ഇങ്ങ് വാ, അത് മാറ്റി പുതിയ ഡിസൈനിലുള്ള മാല വാങ്ങാമെന്ന് പറയുമ്പോൾ പുതിയ ഡിസൈനിലുള്ള മാലയൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ദേവയാനി അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇല്ലാത്ത സ്വർണ്ണം അനാമിക എവിടുന്ന് എടുത്തു കൊടുക്കാനാ? പിന്നെ അനാമിക വേണുവിനോടും രേവതിയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ എന്തെങ്കിലും ഒരു പോംവഴി കാണണം, വല്യമ്മയെ വിളിച്ച് പറയണം, ഇനി അവർ മാലയെപ്പറ്റി അന്വേഷിക്കരുത്. അങ്ങനെ വേണു ദേവയാനിയെ വിളിക്കുന്നുണ്ട്. മുന്നേ ഒരു സ്ഥലമൊക്കെ ഇവരെയൊക്കെ കൊണ്ട് കാണിച്ചിരുന്നല്ലോ, വേണു പറയുന്നുണ്ട്. അതിനുവേണ്ടി പണം തികയാതെ വന്നപ്പോൾ അവളുടെ സ്വർണം പണയം വെച്ചിട്ടാണ് കൊടുത്തത്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എവിടെയാ പണയം വെച്ചത് എന്ന്. അപ്പോൾ വേണുവിനൊന്നും പറയാൻ കഴിയുന്നില്ല. വേണു പിന്നെ ഇനി എന്ത് പറയും എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എല്ലാം കള്ളത്തരമാണല്ലോ വേണുവിൻ്റെത്. എന്നിട്ട് പറയുന്നുണ്ട്, പണയം വെച്ചാൽ ഇൻട്രസ്റ്റ് ഒക്കെ അടയ്ക്കണ്ടേ, അതൊക്കെ വേസ്റ്റ് അല്ലേ, അതുകൊണ്ട് വിൽക്കുകയാ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നിന്റെ മകൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനി. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഇല്ല, അറിയില്ല എന്ന്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, അവൾക്ക് കൊടുത്ത സ്വർണമൊക്കെ അവളും അനിയും അറിയാതെ ഇങ്ങനെ വിൽക്കുന്നത് ശരിയാണോ? അപ്പോൾ വേണു പറയുന്നുണ്ട്, എത്രയോ വിലമതിക്കുന്ന ആ സ്ഥലം അവരുടെ പേരിൽ തന്നെയാണല്ലോ വാങ്ങുന്നത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് വേണുവും രേവതിയും അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നുണ്ട്. സ്വർണം കട്ടു എന്ന പേര് വന്നല്ലോ, ഇനി അതിനെ ഒന്ന് ന്യായീകരിക്കണം, അതിനു വേണ്ടിയാണ് വരുന്നത്. ഏതായാലും അനാമികയ്ക്ക് നല്ല ടെൻഷനുണ്ട്. അവർ വന്നപാടെ ദേവയാനി ചോദിക്കുന്നുണ്ട്, ടൗണിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേണു ആകെ പരുങ്ങി കളിക്കുന്നുണ്ട്. എങ്കിലും തോറ്റു കൊടുക്കാനൊന്നും വേണു തയ്യാറല്ല. എന്നിട്ട് പറയുന്നുണ്ട്, അതൊക്കെ വാസ്തവമാണ്, വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് പ്രോപ്പർട്ടി പോയി കാണാമെന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ശരി, നമുക്ക് പോകാം. അങ്ങനെ അവർ മൂന്നുപേരും ദേവയാനിയും നയനയും കൂടി പ്രോപ്പർട്ടി കാണാൻ പോകുന്നുണ്ട്. ദേവയാനി ആ സ്ഥലത്തെ പറ്റിയൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. വേണു ആ സ്ഥലം വാങ്ങാനൊന്നും പോകുന്നില്ല എന്നുള്ളതും അത് വേറെ ഒരാളുടെ സ്ഥലമാണ് എന്നതൊക്കെ ദേവയാനി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കൂടെ പോകുന്നത്. വേണു ഇനി എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഒരുമ്പട്ടിറങ്ങിയിരിക്കുകയാണ് ദേവയാനി. ഏതായാലും എല്ലാവരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അനാമികയ്ക്ക് നല്ല ടെൻഷനുണ്ട്. എന്നിട്ട് നല്ല രേവതിയോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ കള്ളത്തരങ്ങൾ ഇന്ന് വെളിച്ചത്താകുമോ എന്ന്. ഏതായാലും ഈ വേണുവിൻ്റെയും രേവതിയുടെയും അനാമികയുടെയും ഭാവാഭിനയം ശ്രദ്ധിച്ചുകൊണ്ട് കാറിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന ദേവയാനിയെയും നയനയെയും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.